നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരെ ആരെങ്കിലും കെട്ടാൻ തയ്യാറായ ആ പയ്യനും കുടുംബത്തിനും കൂട്ടമരണമാണ് ഫലമെന്ന് ക്രൂരമായ കുത്തുവാക്ക് ഒരിക്കലും ഒരു കൂടപ്പറപ്പന്റെ നാവിൽ നിന്ന് വീഴാൻ പാടില്ലായിരുന്നു. ആഹാ, അപ്പൊ എന്റെ നാവിന്ന് വീണതാണോ കുറ്റം? നാട്ടുകാര് മുഴുവൻ അങ്ങനെയല്ലേ പറഞ്ഞു നടക്കുന്നേ? നാട്ടുകാര് പറഞ്ഞു നടക്കുന്നത് വീട്ടുകാര് പല്ലവിയേക്കാൻ പാടില്ല. നോക്ക്, മൂത്ത ചേച്ചിയായി നിങ്ങൾക്ക് വന്ദനേച്ചയുടെ എന്റെ മനസ്സിലുള്ള സ്ഥാനം പെറ്റമ്മയുടേതാ. പെറ്റമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആശ്വസിപ്പിച്ചില്ലെങ്കിലും ചങ്ക് പൊട്ടി പോകുന്ന തരത്തിലുള്ള വർത്തമാനം പറയരുത്. ഇതെന്റെ അപേക്ഷയാ. വർഷ പറയുന്നത് ന്യായോ? ഈ സന്ദർഭത്തില് വന്ദനയ്ക്കെന്നല്ല, എല്ലാവർക്കും ആശ്വാസം കൊടുക്കേണ്ട വാക്കുകളാ ഈ നാവിന്ന് വരാനുള്ളത്. എല്ലാവരുടെയും മനസ്സിലെ ഭാരം കുറയ്ക്കാൻ കഴിഞ്ഞാലേ ഒരു കുടുംബത്തിലെ മൂത്ത മകളെന്ന സ്ഥാനത്തിരിക്കാൻ അർഹതയുള്ളൂ. ശരി, സമ്മതിച്ചു. എല്ലാവരുടെയും മനസ്സിന്റെ ഭാരം ഞാനായിട്ട് തന്നെ കുറച്ചോളാം. പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ചോദിക്കാം. രജിസ്റ്റർ വിവാഹം മതിയെന്നല്ലേ രാജീവ് സാർ പറഞ്ഞത്? എന്നിട്ടും ലക്ഷങ്ങൾ മുടക്കി ആർഭാടമായി വിവാഹം നടത്താൻ തുനിഞ്ഞത് എന്തിനാ? അതിന് കാരണം അച്ഛന്റെ ദുരഭിമാനമായിരുന്നില്ലേ? എന്നെനിക്ക് തോന്നുന്നില്ല. കോടീശ്വരനും സമൂഹത്തിലെ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളാ രാജീവ് സാറ്. ആ നിലയ്ക്ക് അയാളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിനും വേണം അതിന്റേതായ മര്യാദ. അച്ഛൻ അങ്ങനെ ചിന്തിച്ചത് ദുരഭിമാനം കൊണ്ടല്ല. ഏതൊരച്ഛനും തോന്നുന്ന ആത്മാഭിമാനം കൊണ്ടാ. അക്കാര്യത്തിൽ അച്ഛനെ കുറ്റപ്പെടുത്തരുത്. ഇല്ല, കുറ്റപ്പെടുത്തുന്നില്ല. അത് ഞാൻ സമ്മതിക്കാം. പക്ഷെ കണ്ണടച്ച് തുറക്കും മുമ്പ് ഇതിനൊക്കെ വേണ്ടുന്ന പണം അച്ഛൻ എവിടെ നിന്നുണ്ടാക്കി? എന്താടി മറുപടി ഇല്ലാത്തത്? വാട്ടിപ്പലിശയ്ക്ക് ലക്ഷക്കണക്കിന് തുകയാ കടമെടുത്തിരിക്കുന്നത്. പലിശയും മുതലുമൊക്കെ ആയിട്ടേ അത് കോടിയിലെത്താൻ അധികം നേരമൊന്നും വേണ്ട. കട എങ്ങനെ വീട്ടിൽ തീർക്കും? അതോടെ പറ കോളേജ് കുമാരി. ഞാനൊരു എടുത്തുചാട്ടക്കാരി, അത്യാഗ്രഹി, പ്രശ്നക്കാരി ഒക്കെ സമ്മതിച്ചു. പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും. വന്ദനയുടെ കല്യാണത്തിന്റെ പേരും പറഞ്ഞ അച്ഛൻ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ ശുദ്ധ മണ്ടത്തരായി പോയി. നിലയില്ല കയത്തിലേക്കാ കാര്യങ്ങൾ പോകുന്നത്. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിഞ്ഞോളൂ എന്നാ ചൊല്ല്. വിഷമിക്കാതെ വർഷേ. ഈ കല്യാണത്തിന്റെ മറവില് പലതും അടിച്ചു മാറ്റാന്നായിരുന്നു വസന്തേച്ചിയുടെ കണക്കൂട്ടല്. അതൊന്നും നടക്കാത്തതിന്റെ ചുരുക്ക ഇത്. കടം വാങ്ങിയെങ്കിൽ അത് വീട്ടാനുള്ള വഴി അച്ഛൻ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.